ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, ഇന്നത്തെ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാവേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേഷ്യൻസ് ആണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഒരു പേഷ്യൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ക്ഷമയാണ്. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് ക്ഷമ എന്ന 2 വാക്ക് ശീലിക്കുക. മനസ്സിലായോ? ക്ഷമയുണ്ട്, ധൃതിയുണ്ട്. ചിലർക്കാണെങ്കിൽ ക്ഷമിക്കാനുള്ള കഴിവുണ്ടാവും. ചിലർക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ധൃതിയാണ്. ഏതൊരു കാര്യത്തിലോട്ടും ഇറങ്ങി പുറപ്പെടുമ്പോൾ അങ്ങ് ധൃതിയാണ്. ഇപ്പോഴെനിക്ക് റീഡിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ എനിക്ക് റീഡിങ് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള ഇപ്പം ചെയ്യാൻ പറ്റിയില്ല പോവുക, അങ്ങനെയൊക്കെ അല്ലാതെ ക്ഷമിച്ച് ഇരിക്കാനുള്ള ഒരു കഴിവില്ല. നമ്മുടെ മറ്റുള്ളവർക്കും ജോലി തിരക്കുണ്ടാവും, അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കവിടെ സമാധാനം കിട്ടുന്നതാണ്. അവിടെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. മനസ്സിലായി? ഇത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യത്തിൽ മാത്രം എപ്പോഴും ഇങ്ങനെ മുഴുകിയിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കാര്യം ഇത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്ഷമ പാലിക്കാൻ സാധിക്കാത്തത്. മനസ്സിലായോ? എന്നെ പോലെയുള്ള മനോഹരങ്ങളായ ഞാനൊരു മനോഹരമായ സോളാണ്. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോളുകളാണ് മറ്റുള്ളവരും. എന്നെ പോലെയുള്ള വികാരങ്ങൾ അവർക്കുമുണ്ട്. ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് പരിപാലിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. എന്താ? ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് ഈ 2 അക്ഷരം. മനസ്സിലായോ? അപ്പൊ ഇതുകൊണ്ട് തന്നെ നമുക്ക് ദൈവാനുഗ്രഹം ഒരുപാട് കിട്ടുന്നതാണ്. ഇതിപ്പോ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ സാമ്പത്തികമൊക്കെ കിട്ടാതിരിക്കുന്നവർക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നീട് ഇവിടെ ധൃതി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് മുടക്കം വരാം. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അവർ പറയുന്ന അവധി ഉണ്ടല്ലോ, അങ്ങനെയുള്ള അവധി വരെ ക്ഷമയോടുകൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ അനാവശ്യകരമായ വാക്കുകൾ വായിൽ നിന്ന് വീഴാതെയും ഇരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ, പല കാര്യങ്ങൾക്കും ക്ഷമ പാലിക്കൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ക്ഷമ എന്തിനാണ് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാവേ. പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ പല കാര്യങ്ങൾക്കും നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരാൻ ഏറ്റവും നല്ല ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ക്ഷമ പാലിക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് ഡിവൈൻ സപ്പോർട്ടോടുകൂടി പോകാമെന്നാണ് ഇവിടെ പറയുന്നത്. ഡിവൈൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് നിങ്ങളിവിടെ പുതിയ തുടക്കത്തിലേക്ക് പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാവേ. ഇവിടെ പറയുന്നത് ഫ്ലോയാണ്. ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കിപ്പോൾ ജീവിതത്തിൽ ഏത് കാര്യത്തിലോട്ടാണ് മുന്നോട്ട് പോകേണ്ടത് അതിനെല്ലാത്തിനും ഒരു ഒഴുക്കുണ്ട്. ജീവിതത്തിനൊരു താളമുണ്ട്. ആ ഒരു താളത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവർ എങ്ങനെ പോകുന്നു അതിനനുസരിച്ച്, അല്ലാതെ അവർക്കെതിരായിട്ടൊരു പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്ത് അല്ലെങ്കിൽ പ്രവർത്തികളിൽ ഒരു പുതുമ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോടൊപ്പം ആര് മുന്നോട്ട്
പോകുന്നുണ്ടോ അവരോടൊപ്പം തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ വേണ്ടത്. ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശീലിച്ചു വെക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാവധാനത്തിൽ മുന്നോട്ട് പോവുക, ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങൾക്കും ഒരു താളമുണ്ട് അല്ലെ, ആ താളത്തിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. അല്ലാതെ ഒരുപാട് അക്ഷമരാകരുത്, ഒരുപാട് ധൃതി പിടിക്കാൻ പാടില്ല എന്നൊക്കെ തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് കാര്യത്തിലും നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഫുൾ മൂണിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ഒരു ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോവുക. മനസ്സിലായോ? ആ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകുക, അല്ലാതെ തിരികെ വരാനല്ല, അല്ലാതെ അതിനെതിരായിട്ട് പ്രവർത്തിക്കാനല്ല ഇവിടെ പറയുന്നത്. ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോവുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ അവരെങ്ങനെ ജീവിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങളും കുറച്ചൊന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഒരു കൂട്ടത്തിൽ തന്നെ അപ്പം എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനെ എതിർത്തിട്ട് അവിടെ ജയിക്കാനല്ല ശ്രമിക്കേണ്ടത്. അവിടെ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്കും അവിടെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊരു മാന്യത ലഭിക്കും എന്നുള്ളത്, നിങ്ങളെ കൂടെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. എന്താണ് ഇവിടെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്, കണ്ടില്ലേ? ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദൈവികമായ എനർജിയാണ്, അതായത് സോൾമേറ്റ് കണക്ഷൻ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ആരെങ്കിലും നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുക, അവർ പറയുന്നതിനോട് കുറച്ച് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായി? ഈ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ പാർട്ട്ണറുടെ സപ്പോർട്ട് അത്യാവശ്യ കാര്യമാണ്. അങ്ങനെ അവരോട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക, അവരെ ഒന്ന് കെയർ ചെയ്ത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പരസ്പരം കെയർ ചെയ്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷത്തിലും സമാധാനത്തിലും എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? രണ്ടുപേർ തമ്മിലുള്ള ഒരു കൂടിച്ചേരലിന് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പില് ഒരാളിന്റെ ആഗ്രഹം മാത്രം നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതേ സമയത്ത് ഒരാൾ പറയുന്നതിനോട് കുറച്ച് എന്തെങ്കിലും നമുക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സന്തോഷത്തെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ ആരോ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അവരുടെ മെസ്സേജ് ചിലപ്പോൾ വരാനുള്ള സമയമായിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ പിരിഞ്ഞിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കൂടിച്ചേരാൻ പോകുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് സക്സസ് ആണ്. നമ്മളിപ്പോൾ സക്സസിന്റെ സന്തോഷത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, കണ്ടില്ലേ? ഒരു മാജിക്കൽ സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടാവണം, നിങ്ങൾക്ക് അതിശയം തോന്നുന്ന വിധത്തിലായിരിക്കണം ഈ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്തിന്റെ സക്സസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാവേ. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് അത് തിരികെ കിട്ടാനുള്ള എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ അവിചാരിതമായിട്ട് സംഭവിച്ച ചില കാര്യങ്ങളുണ്ടോ അവിടെ നിങ്ങൾക്ക് അതിനെ തിരിച്ചു പിടിക്കാനും നിങ്ങൾക്കൊരു സക്സസിലേക്ക് മുന്നോട്ട് വരാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ട് വിലപിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം ദുഃഖം വരുന്നത്? ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം എന്താണ്? എത്രയും പെട്ടെന്ന് ഇതൊക്കെ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ഒന്ന്, നിങ്ങളുടെ കർമ്മയാണ്. മനസ്സിലായോ? രണ്ടാമത്, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ തന്നെയാണ്.
ഇത് രണ്ടും കർമ്മയെ നിങ്ങൾ നല്ല രീതിയിൽ പ്രയോഗിക്കുക. കർമ്മയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. എങ്ങനെയാണ്, എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രവർത്തികൾ ചെയ്യുക. ജന്മത്തിൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. നല്ല കർമ്മം ചെയ്യാൻ ശീലിക്കണം. ഈ ഒരു ജന്മമെങ്കിലും ഈ ഒരു ജീവിതത്തിലും നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നന്മ ചെയ്യാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഈശ്വരീയമായ ചിന്തകൾ ഉണ്ടാവുക, യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ, നിങ്ങളുടെ കർമ്മ, നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തു കൂട്ടിയത്, അതൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തിരുത്തിയെടുക്കാൻ സാധിക്കും. ഒന്ന് ഹീൽ ചെയ്യാവുന്നതാണ്. മറ്റുള്ള നിസാരജലമായ ചില കാര്യങ്ങളെ, മന്ത്ര ജപം, അതുപോലെ തന്നെ ധ്യാനം, അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, ഇതൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നതാണ്. ഇത് നിങ്ങൾക്ക് കർമ്മയെ കുറച്ചൊക്കെ റിലീസ് ചെയ്യാനുള്ള നല്ല മാർഗങ്ങളാണ്. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതുപോലെ മറ്റേതെങ്കിലും ഒരു വ്യക്തികളോട് തന്നെയും, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ചില വ്യക്തികളൊക്കെ ഉണ്ടാവണം. ചിലപ്പോൾ പെട്ടെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവരോട് ഒത്തിരി ദേഷ്യപ്പെട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് അവർക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും പെട്ടെന്ന് നിങ്ങൾക്കൊരു ക്ഷമ പറയാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ബോധം ഉണ്ടാവണം. മനസ്സിലായോ? അങ്ങനെ ബോധം ഉള്ള സമയത്ത് അവരോട് ചെന്നൊരു സോറി പറയാവുന്നതാണ്. നിങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ളതല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയി, അതുകൊണ്ട് ക്ഷമിക്കണേ. ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകളൊക്കെ പറഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് സക്സസ് വരുന്നതായിരിക്കും. സക്സസിൻ്റെതായ വെളിച്ചം, ദൈവികമായ ചൈതന്യം നിങ്ങൾക്ക് ഉള്ളിൽ നിറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ പലരും, ഇന്നലെ ആരോ കമന്റ് ഇട്ടിരുന്നു, ഇതൊക്കെ വരുന്ന കാര്യങ്ങളാണ്, പക്ഷെ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഇത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. കർമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുണ്ടാവണം, മനസ്സിലാവും. അങ്ങനെ ഒരു ബോധമുണ്ടായിരിക്കണം. നല്ല പ്രവർത്തികൾ ചെയ്യാൻ, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറയാനോ, മനസ്സിൽ ഒരുപാട് ദോഷകരമായ പ്രവർത്തികളെ കുറിച്ച് ചിന്തിക്കാനോ പാടില്ല. അതുപോലെ എന്ത് കാര്യത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി. നമ്മളോട് മറ്റുള്ള ഒരാൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലോ, നന്മ നമ്മളിലേക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാലോ, നമ്മൾ എല്ലായ്പ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മടിക്കരുത്. അതുപോലെ യൂണിവേഴ്സിനോട് ഫോർഗിവ്നെസ് പറയുന്നത് ഏറ്റവും അത്യാവശ്യ കാര്യമാണ്. പ്രധാനമായിട്ടും എഴുന്നേൽക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിനോട് നന്ദി പറയണം. മനസ്സിലായി? ഓരോ ദിവസവും നമുക്ക് പ്രഭാതം തന്നതിന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് പ്രഭാതം കാണാൻ പറ്റുമോ എന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല ആർക്കും, അല്ലേ? അങ്ങനെ ഒരു സമയത്താണ് നമ്മളിവിടെ ജീവിക്കുന്നത് തന്നെ. അല്ലാതെ നാളത്തേക്ക് ഫ്യൂച്ചർ അങ്ങ് ഒരുപാട് കിടക്കുകയാണ്. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് പേരും ഇവിടെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാത്രമാണ് ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റു എന്നുള്ള ബോധം വരുന്നത്. അപ്പോൾ തന്നെ യൂണിവേഴ്സിന് നന്ദി പറയാൻ മടിക്കരുത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, ഐ ലവ് യു, ഇത്രമാത്രമെങ്കിലും പറയണം. അല്ലെങ്കിൽ ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് എത്ര തവണ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ പറഞ്ഞിരിക്കണം. അത് നിങ്ങൾ വെറുതെ പറയാൻ പാടില്ല, ഹൃദയം കൊണ്ട് ഫീൽ ചെയ്തിട്ട് പറയണം. അപ്പൊ ഇത്തരത്തിലുള്ള 2 കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സക്സസ് ഉണ്ടാവുന്നതാണ്. മനസ്സിലായോ? മാജിക്ക് പോലെ സക്സസ് വരുമെന്നാണ് ഇവിടെ പറയുന്നത്. ബ്ലെസ്സിങ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ധാരാളമായ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരും. കണ്ടില്ലേ? നിങ്ങളെ അറിഞ്ഞ് ജീവിക്കണം. മനസ്സിലായി? മറ്റുള്ളവരെ അറിയല്ലേ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുക അല്ല വേണ്ട. നമ്മളെ അറിഞ്ഞ് ജീവിക്കുക. മറ്റുള്ളവരെ അനാവശ്യമായിട്ട് മുറിപ്പെടുത്താൻ പാടില്ല. മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും സംസാരിക്കാൻ പാടില്ല, പ്രവർത്തിക്കാനും പാടില്ല. മനസ്സിലായോ? അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ബ്ലെസ്സിങ്സ് ധാരാളമായിട്ട് വരും. ഡിവൈൻ ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് ഒരുപാട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവിടെ ബ്ലെസ്സിങ്സ് ഏത് തരത്തിലുമാകാം, ധനപരമാകാം, സ്നേഹത്തിന്റെ കാര്യത്തിലാവാം,
സമൃദ്ധിയുടെ കാര്യത്തിൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരാം. പ്രോസ്പെറിറ്റിയാണ് ഇവിടെ യെല്ലോ കളർ എന്ന് പറയുന്നത് തന്നെ. ഐശ്വര്യം നിങ്ങളിലേക്ക് വരാം. മനസ്സിലായോ? പലതരത്തിലുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് ലഭിക്കുന്നതാണ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് എങ്ങനെയാണെന്ന് നോക്കാം. വേൾഡ് കാർഡ് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുമെന്നുള്ളതാണ്. സമ്പൂർണത, അതായത് എന്താണ്, സഫലത അനുഭവിക്കാൻ സാധിക്കും. സാക്ഷാത്കാരമാണ്, സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം. അതാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളും സാക്ഷാത്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആഗ്രഹ സഫലീകരണമാണ് ഈ ഒരു ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്നത് എന്താണ്, നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനായിട്ടാണ് വരുന്നത്. പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടാവാം, അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. വിവാഹം വേണമെന്ന്, വീട് വേണമെന്ന്, വാഹനം വേണമെന്ന് ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. വെറുതെ ആഗ്രഹിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിലുള്ളത് ഇവിടെ വരുന്ന അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആഗ്രഹ സഫലീകരണത്തിൻ്റെതായ അനുഗ്രഹമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ക്വീൻ ഓഫ് പെന്റക്കിൾസ്, സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു, പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വരുമാന വർധനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. വരുമാന വർധനം എന്ന് പറയുമ്പോൾ സാമ്പത്തിക ബാധ്യതകളെ ഒന്ന് മാറ്റിയിട്ട് അവിടെ അതിനെല്ലാം നികത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവണം. അതിനായിട്ടാണ് നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ചില ജോലികൾ വരുന്നത്. നിങ്ങളൊരു നല്ല ഹീലറാണെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ന്യൂ ബിഗിനിങ്സ് ആണ്, കണ്ടില്ലേ? ഇവിടെ ന്യൂ ബിഗിനിങ്സ് ആണ്. അതുപോലെ തന്നെ വേൾഡ് കാർഡ് പറയുന്നത് എന്താണ്, പല കാര്യങ്ങളെ എൻ്റെ ആക്കിക്കൊണ്ട് പുതിയൊരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഇവിടെ അബണ്ടൻസ് ആണ്, സമൃദ്ധി വരുന്നുണ്ട് നിങ്ങളിലേക്ക്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിചാരിച്ചിരിക്കാത്ത കാര്യങ്ങളിൽ, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. വിചാരിക്കുന്ന ചില കാര്യങ്ങളിലും നിങ്ങളിലേക്ക് അബണ്ടൻസ് വരാം. മനസ്സിലായി? സമൃദ്ധിയാണ്. ഏത് കാര്യത്തിലും സമൃദ്ധി എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമായി ജീവിക്കാനുള്ള സന്തോഷത്തിൻ്റെതായ സമൃദ്ധി ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നിവിടെ കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെതായ ഒരു പുതിയ തുടക്കം. ഇവിടെ നമുക്ക് നേരത്തെ തന്നെ വന്നിരുന്നതാണ് പുതിയ തുടക്കം. പലർക്കും ഇവിടെ പുതിയ തുടക്കം വരുന്നുണ്ട്. മനസ്സിലായി? ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങളെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതാണ്, ആത്മീയപരമായ പാതയിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങൾക്കത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോകുന്ന എനർജി ഇവിടെയുണ്ട്. നമുക്ക് ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സിന്റെ മെസ്സേജ് നോക്കാം. അപ്പോൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഒന്ന് പീക്കോക്ക്, ഒന്ന് ഷാർക്കാണ് വന്നിരിക്കുന്നത്. ഷാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, സ്രാവ് എന്ന് പറയുന്ന മത്സ്യമാണ് ഇവിടെ. അപ്പോൾ ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ് ടു ഡിസേൺ ദ ട്രൂത്ത് ഓഫ് ദി സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സഹജമായ ഒരു അവബോധമുണ്ട്, അല്ലെ? നമുക്ക് എല്ലാവർക്കും ഉണ്ട് സഹജമായ ഒരു അവബോധം, അതായത് ഇൻസ്റ്റിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉൾബോധമാണത്. ഉൾബോധത്തെ നമുക്ക് വിശ്വസിക്കാം. മനസ്സിലായി? എന്താണ്, ചില സമയത്തൊക്കെ എന്തൊക്കെയോ നമുക്ക് മറുപടി കിട്ടും, ചില സമയത്ത് എന്തൊക്കെയോ നമ്മളുടെ സ്വപ്നങ്ങളിൽ കാണിച്ചു തരും. അതല്ല, നമുക്ക് ചില കാര്യങ്ങൾ തുടങ്ങാൻ പോകുമ്പോൾ തന്നെ ഇപ്പോഴത് വേണോ വേണ്ട എന്നൊക്കെ എങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് പോവരുത് എന്നൊക്കെയുള്ള ചില കാര്യങ്ങളിൽ ഒരു വിലക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടാവുന്നതാണ്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ അതിനെ മറികടന്ന് പോവാൻ പാടില്ല. കാരണം അത് നിങ്ങളുടെ സഹജമായ ഒരു അവബോധമാണിത്. മനസ്സിലായോ? അതിനെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സാഹചര്യത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അതാണ് പറയുന്നത്. അവബോധം, സഹജമായ അവബോധം എന്ന് പറയുന്നത് അതാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷനെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സത്യത്തെ വിശ്വസിക്കുക, അങ്ങനെ മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് പറയുന്നത്.
അടുത്തതായിട്ട് പീകോക്കാണ് വന്നിരിക്കുന്നത്. ലെറ്റ് യുവർ സെൽഫ് സ്റ്റാൻഡ് ഔട്ട് ആൻഡ് ബി നോട്ടീസ്ഡ്. കണ്ടില്ലേ, പീകോക്ക് എന്ന് പറയുന്ന ഒരു പക്ഷി എന്താണ്, മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒന്ന് വേറിട്ട് നിൽക്കുന്ന വളരെയധികം പ്രത്യേകത ഉള്ളതാണ് അല്ലേ. ഒന്ന് കാണാൻ കൊതിക്കും, നമ്മൾ അതിൻ്റെ ഡാൻസൊക്കെ ഒന്ന് കാണാനായിട്ട് കൊതിക്കുന്നതാണ്. മയിൽ പീലികളൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. അത്രമാത്രം മൂല്യമുള്ളതാണ് ഈ ഒരു ബേഡിന്, അതായത് മയിൽ എന്ന് പറയുന്ന ഈ ഒരു പക്ഷിക്ക്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ളവരിൽ നിന്നും ഒന്ന് വേറിട്ട ഒരു പ്രതീതിയാണ് ഇതിന് അല്ലേ. അത് എല്ലായ്പ്പോഴും നമുക്കിത് കാണാൻ പറ്റില്ല. അതുപോലെ നിങ്ങളും എല്ലായ്പ്പോഴും മറ്റുള്ളവരിൽ നിന്നും ഒന്ന് വേറിട്ട് നിൽക്കാൻ ശ്രമിക്കണം, വേറിട്ട ഒരു പ്രതീതി കൊണ്ടുവരണം. എല്ലായ്പ്പോഴും എല്ലായിടത്തും അവൈലബിൾ ആവാൻ പാടില്ല. മയിലങ്ങനെ എല്ലായിടത്തും അവൈലബിൾ ആവുന്നുണ്ടോ? ഇല്ലല്ലോ. മറ്റു പക്ഷികളെയൊക്കെ എത്രയോ നമ്മൾ കാണുന്നുണ്ട്, എല്ലായിടത്തും മയിൽ വരുന്നുണ്ടോ? ഇല്ലല്ലോ. എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എല്ലായ്പ്പോഴും അവൈലബിൾ ആകാൻ പാടില്ല. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒന്ന് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു എനർജി ലഭിക്കും. മനസ്സിലായി? ഒന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു എനർജി ഉണ്ടെങ്കിൽ ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന ഒരു സൗന്ദര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നു. അവിടെ എല്ലായ്പ്പോഴും നിങ്ങൾ അവൈലബിൾ ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായി? അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എപ്പോഴും നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുക, എല്ലായിടവും കാണുന്നുണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ കാണാമല്ലോ, എന്താവാ ഇത് എന്നൊക്കെ നമ്മൾ ചിലർ കളിയാക്കും. അതേ സമയത്ത് വല്ലപ്പോഴും കാണുമ്പോഴാണെങ്കിൽ ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്, എന്തൊക്കെയുണ്ട് വിശേഷം, അപ്പോൾ നമ്മളോട് പ്രത്യേകിച്ചൊരു സ്നേഹം കൂടിയിട്ട് അവർ സംസാരിക്കാൻ വരും അല്ലേ. എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾ എല്ലായ്പ്പോഴും എപ്പോഴും എങ്ങും അവൈലബിൾ ആകാൻ പാടില്ല. ഒന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി നിങ്ങൾ രൂപപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുണ്ട് മയിലിന്. അതുകൊണ്ട് മയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പക്ഷിയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നത് വരേക്കും ബൈ.